ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരുപാട് നാളുകൊണ്ട് വിചാരിക്കുവാണ് എവിടെയെങ്കിലും പുറത്ത് അസ്നയും ബിലാലിനെയൊക്കെ കൊണ്ട് പോകണമെന്ന്. എന്നും വീട്ടിലിരുന്ന് സെയിം റൂട്ടീനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബോറടിയാണ്. അപ്പോൾ എന്തായാലും ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരുപാട് ദൂരെയൊന്നുമല്ല, നമ്മുടെ കോട്ടൂരുള്ള എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ പോകാമെന്നാണ് വിചാരിച്ചത്. അതായത് ആന വളർത്തൽ കേന്ദ്രത്തിലാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കുറച്ച് ക്ലിപ്പിങ്സും ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങളാരെങ്കിലും പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പോകാത്തവരാണെങ്കിൽ ജസ്റ്റ് കിഡ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരുപാട് അങ്ങനെ എൻജോയ് ചെയ്യാമെന്നല്ല ഞാൻ പറയുന്നത്, കുറച്ച് ഒരു ന്യൂ ഫീലിങ്സ് ആയിരിക്കും നമുക്ക് എപ്പോഴും. പിന്നെ ഇവിടെ പറ്റി പറയുവാനാണെങ്കിൽ ഒരുപാട് അങ്ങനെ കാണാനോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് പല ഏജിലുള്ള ആനകൾ ഒരുപാടുണ്ട്. ചെറിയ ആനകൾ മുതൽ നല്ല പ്രായം ചെന്ന്, ഏറ്റവും പ്രായം ചെന്ന ആന എന്ന് പറയുമ്പോഴത്തേക്ക് 78 വയസ്സായ ഒരു ആന വരെ ഉണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആനയെ കുളിപ്പിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അവരൊരു ടൈം വച്ചിട്ടുണ്ട് അതിന്. 8:30 മുതൽ 10:30 വരെയും പിന്നെ 3:30 മുതൽ 5:30 വരെയും അങ്ങനെ എങ്ങാണ്ടുമാണ് ടൈം. എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല ഗൈസ്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് പോകുന്നെങ്കിൽ. അപ്പോൾ അത് ഒരു അടിപൊളി സംഭവമാണ്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും, അവർ ആനയും ഡയറക്റ്റായിട്ട് കൊണ്ടുവന്ന് കുളിപ്പിക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ കാണുക. ഇൻഷാ അല്ലാഹ് ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാം കേട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും ആക്ച്വലി ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം പൊന്മുടി ക്ലോസ്ഡ് ആണ്. അപ്പോൾ നിങ്ങളൊരു 1 ഡേ ട്രിപ്പൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ഫസ്റ്റ് പൊന്മുടി പോവുക, അത് കഴിഞ്ഞ് കല്ലാറ് പോയിട്ട് അതിനുശേഷം ഇവിടെ വന്ന് കാണുക. അപ്പോൾ ഒരു ഫുൾ ഡേ ഒരു കംപ്ലീറ്റ് ട്രിപ്പ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും പറ്റും. ഒരു അടിപൊളി ഫീലിങ്സും ആയിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പോവുക കേട്ടോ, ഉറപ്പായിട്ടും. കാരണം കിഡ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് കുട്ടികൾക്കാണല്ലോ ആനയൊക്കെ കാണുന്ന ഒരു സന്തോഷമൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ പോയതിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ആ ടൈം എത്തിയിട്ടുണ്ട്. അവരിതാ ആനയെ കൊണ്ടുവന്നിട്ടുണ്ട് കുളിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ചെറിയ ആനയുടെ പ്രായം എന്ന് പറയുന്നത് ഏകദേശം 10 മാസം മാത്രം പ്രായമായിട്ടുള്ള ആനയും ഏറ്റവും വലിയ ആന, ഏറ്റവും നല്ല വയസ്സ് കൂടിയ ആന 78 വയസ്സുള്ള ആനയുമാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കുട്ടി ആനയെ കാണാനായിട്ട്. പിന്നെ എൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു പാർക്കുണ്ടായിരുന്നു. പാർക്ക് എന്ന് പറയുമ്പോൾ ഒരുപാടങ്ങ് വലുതൊന്നുമല്ല, ചെറിയൊരു പാർക്കാണ്. അപ്പം പിന്നെ അവരെ പറയണ്ടല്ലോ, പാർക്ക് കണ്ടാലുള്ള കുട്ടികളുടെ അവസ്ഥ. പിന്നെ കുറച്ച് നേരം അവരവിടെ നിന്ന് കളിച്ചു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇവിടെ കാണാനായിട്ട്. പക്ഷേ കൊള്ളാം, എൻജോയ് ചെയ്യാം. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ വീട്ടിലോട്ട് പോയിട്ടിരിക്കുവാണ്. അപ്പോൾ രാവിലെ എനിക്ക് ആമസോണിൽ നിന്നൊരു പാക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് തിരക്കിൽ പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഇത് അസ്നയ്ക്കുള്ളൊരു സർപ്രൈസ് ഗിഫ്റ്റാണ്. അസ്ന ഇപ്പം നല്ല ഉറക്കമാണ്. അപ്പോൾ അവൾ എഴുന്നേറ്റതിന് ശേഷം നമുക്ക് എന്തായാലും ഇത് പൊട്ടിക്കാനായിട്ട് കൊടുക്കാം അവളുടെ കയ്യിൽ. അപ്പോൾ അത് അവൾ എഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ എന്തായാലും സാധനം അവളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും ആ പാക്കറ്റ് തീരെ ചെറുതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ വേറൊന്നും അല്ല, ഇതൊരു ചെറിയൊരു കിച്ചൺ സെറ്റാണ്. ഇപ്പം നമുക്കൊക്കെ അറിയാം ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഇപ്പം നല്ല ഓഫേഴ്സും നല്ല സെയിലും നടക്കുന്ന ടൈമാണ്. അപ്പോൾ അതിൽ നിന്ന്
ഞാനൊരു കിച്ചൺ സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാളത് ബാക്കിലിരുന്ന് ബേസ് ബോർഡൊക്കെ കയറി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നാണ് ആ പാക്ക് വന്നത് എനിക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ആ ഫോട്ടോയിൽ കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി വലിപ്പമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സാധനം നേരിട്ട് കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച അത്ര ഒരു വാവ് എന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നെങ്കിൽ വാങ്ങിച്ച് നോക്കുക. അപ്പോൾ ഇപ്പം ഓഫർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം എന്തായാലും. പക്ഷേ അവൾ ഹാപ്പിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് ബൈ.